നമസ്കാരം, രതീഷ് ജാൽമനെയാണ്. ഇന്ന് 2025 ഡിസംബർ മാസം 22 തിങ്കളാഴ്ച ഉത്രാടം നാളാണ്. പുലർച്ചെ 3:36 തുടങ്ങി ഡിസംബർ 23 ചൊവ്വാഴ്ച 5:32 AM വരെയാണ് ഉത്രാട നാൾ. ശേഷം തിരുവോണം നാളാണ്. 2026 ജനുവരി 3 ഈ പ്രാവശ്യത്തെ തിരുവാതിര വരുന്നത്. തിരുവാതിര വ്രതം ഈ തിരുവാതിര തുടങ്ങുന്നത് 2026 ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി 8:04 മുതലാണ്. ശേഷം ജനുവരി 3 ശനിയാഴ്ച വൈകുന്നേരം 5:28 വരെയാണ് തിരുവാതിര നാൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാതിരാപ്പൂ ചൂടുക, ഉറക്കമൊഴിക്കുക, എട്ടങ്ങാടി നിവേദിക്കുക, തിരുവാതിര കളി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുവാതിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനുവരി 2 ആണ് ഉണ്ടാവുന്നത് ചെയ്യുക. അത് ജനുവരി 3 ആർദ്രവ്രതം അവസാനിപ്പിക്കുക. ക്ഷേത്രങ്ങളിൽ ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ രാത്രി തിരുവാതിര എടുക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ജനുവരി 2 രാത്രിയും പിന്നെ രാവിലേക്ക് ജനുവരി 3 രാവിലേക്കാണ് അഭിഷേകങ്ങൾ, ധാര, അത്തരം കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്യാറുള്ളത്. ഈ തിരുവാതിര വ്രതമായിട്ട് പറയുമ്പോൾ ദീർഘമാംഗല്യത്തിന് വളരെയധികം വിശേഷപ്പെട്ട ഒരു വ്രതമാണ് ഈ തിരുവാതിര വ്രതം എന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഇഷ്ടപ്പെട്ട ആൾ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഓൺലൈനായിട്ട് ജ്യോതിഷമൊക്കെ നോക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ എന്താണ് ചെയ്യുന്നത്, വഴിപാട് ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് വ്രതം എടുക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യം ആണ് കേട്ടോ. പാർവതീദേവിയാണ് ആദ്യമായിട്ട് ഈ തിരുവാതിര വ്രതം എടുത്തതെന്നാണ് പറയുന്നത്. ശിവഭഗവാന്റെ മഹാദേവൻ്റെ ജന്മനാളാണ് തിരുവാതിര നാൾ. അതുപോലെ തന്നെ പാർവതി പരിണയം നടന്നത് തിരുവാതിരയ്ക്കാണ്. കാമദേവന് പുനർജന്മം നൽകിയതും ഈ തിരുവാതിരയ്ക്കാണെന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ വേറൊരു സംശയം ഉണ്ടാവും, സ്ത്രീകൾക്കൊക്കെ അശുദ്ധിയുള്ള സമയത്ത് വ്രതം എടുക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോവാതെ നമ്മളുടെ മാനസികമായിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക സംതൃപ്തിക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഈ അശുദ്ധിയുള്ള സമയത്തും നമുക്ക് വ്രതമൊക്കെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അതുപോലെ എല്ലാവർക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിയിട്ടുള്ള എല്ലാവർക്കും ആ മഹാദേവൻ്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.